ഹായ് ഓൾ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മളെ ഓണം സദ്യയിലുള്ളൊരു സ്പെഷ്യൽ വിഭവമാണല്ലേ കൂട്ടുകറി. അങ്ങനെ നമ്മളെ പിള്ളേഴ്സിനെ അവിടെ ഇരുത്തിയതിന് ശേഷം ഞാൻ നിമിഷിച്ച് അടുക്കളയിൽ കയറിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ സാമ്പാർ മുതൽ അവിയൽ, പിന്നെ കാബേജ് വറവ്, കൂട്ടുകറി ഇതായിരുന്നു ഒറ്റ വീഡിയോയിൽ പ്ലാൻ ചെയ്തത്. പക്ഷേ ആകെ ഒരേ ഒരു വീഡിയോ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. അത് നമ്മളെ കൂട്ടുകറീൻ്റെതാണ്. അപ്പം ഞാനത് വേഗം ഉണ്ടാക്കിയതിന് ശേഷം നിമിഷേച്ച് പിന്നെ മറ്റേത് രണ്ടും കറി വെക്കാമെന്ന് പറഞ്ഞു. കാരണം പിള്ളേരെ നോക്കണമല്ലോ, അങ്ങനെ കേട്ടോ. അപ്പം കണ്ടില്ലേ, ഞാനൊന്ന് അടുക്കളയിൽ കയറുമ്പോഴേക്ക് ഒരാൾ ഓടി വന്നിട്ട് ഒക്കത്ത് കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം നിമിഷേച്ച് മുറിച്ചിടുന്ന വീഡിയോയും കാര്യങ്ങളും ഇങ്ങനെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോട്ടെ, അപ്പം നമുക്ക് കൂട്ടുകറിയിലേക്ക് കിടക്കാം. അപ്പം ആദ്യമേ അമ്മ നമ്മളെ പച്ചക്കായും ചേനയും അതുപോലെ കടലയും ഇങ്ങനെ കൂക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ തേങ്ങ അരക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇതാ തേങ്ങയും അതുപോലെ തന്നെ ജീരകം ഇട്ടിട്ട് വെറുതെ ഒന്ന് അരച്ചെടുത്ത് വെക്കുന്നുണ്ട്. കണ്ടില്ലേ, കുറച്ച് വെള്ളം എടുത്തിട്ട് വെറുതെ ചെറുങ്ങനെ ഒന്ന് നമ്മൾ തേങ്ങ കറിക്കരക്കുന്ന പോലെയല്ല, അല്ലാണ്ട് വെറുതെ ഇതുപോലെ ഒന്ന് വെറുങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഇതാ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടിത്തീരുമ്പോഴൊക്കെ നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ചിരകി വെച്ച തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മളെ കായ്മുളകില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇടാൻ മറന്നുപോയി, ഞാൻ പക്ഷേ പിന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ നല്ലതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് അവസാനം നമ്മൾ അതിൻ്റെയൊക്കെ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഞാനിങ്ങനെ വഴറ്റി എടുക്കുന്നതെങ്കിലും ലാസ്റ്റ് ഈ കളറായി. അങ്ങനെ പിന്നെ ഇതാ ഈ ഒരു കളറായി. പിന്നെ കുറച്ചുകൂടി കളറൊന്ന് മാറി വരുമ്പം അതിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഓവർ ഫ്ലെയിമിലാക്കുമ്പോൾ എന്ന് വെച്ചാൽ വല്ലാണ്ട് കരിഞ്ഞു പോകുകയെന്ന് ചെയ്യുക, അപ്പോൾ ചുവയും മാറും. ഇതിപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ട് തന്നെ ഇതിൻ്റെ അടിയിൽ ചെറുതായിട്ട് ഇങ്ങനെ കരിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ പ്രത്യേകിച്ച് കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അത് ഫ്ലെയിം അങ്ങനെ ഉള്ളതുകൊണ്ട് മാത്രമായതാണെന്ന് തോന്നുന്നത്. അങ്ങനെ പിന്നെ ഇതാ നല്ലപോലെ വറുത്തെടുക്കുക. നമ്മളെ പച്ചക്കായും കടലയെല്ലാം ഓൾറെഡി കൂക്കി വെച്ചത് കൊണ്ട് തന്നെ ഇതിപ്പോൾ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ. പക്ഷേ ലോ ഫ്ലെയിമിൽ തേങ്ങ വറക്കലൊരു ടാസ്ക് തന്നെയാണ്. എന്നാലും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാമല്ലോ. അങ്ങനെ ഇത് അവസാനം ഈ ഒരു കളറായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മളെ പച്ചക്കായും കടലയും എല്ലാം അടുപ്പത്ത് കയറ്റി വെക്കാം. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ച അരപ്പില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതൊരു കുഞ്ഞു കുക്കറാണ്. അപ്പോൾ ഇതിൽ വെച്ചിട്ട് ഞാനിങ്ങനെ മിക്സാക്കി എടുക്കുമ്പം പിന്നെ ആ പച്ച തേങ്ങേൻ്റെ ആ ഒരു ചോപാണല്ലോ, അതിന് വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ട് നോക്കുമ്പം വല്ലാണ്ട് അങ്ങോട്ടൊക്കെ എന്താ പറയുക പെട്ടെന്ന് ചൂടാവുന്നതും വേകുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. എന്നിട്ട് പിന്നെ ഞാനത് പാത്രം മാറ്റി വെക്കുകയാണ് ചെയ്തത്. അത് ഞാൻ കുക്കറിൽ തന്നെ അടച്ച് വെച്ച് നോക്കി, പക്ഷേങ്കിൽ എന്താ പറയണ്ടേ പ്രത്യേകിച്ച് അങ്ങോട്ടൊന്ന് തീ പിടിക്കാത്തത് പോലെ തോന്നി. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്നും കൂടി തേങ്ങയെല്ലാം ഒന്ന് വേവിച്ചെടുത്ത് അതിന് ശേഷം ഇതാ നമ്മൾ കണ്ട അടിയിൽ തിള വരുന്നില്ലേ, അപ്പം ഞാൻ അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ എന്താ വറുത്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുത്ത് ലാസ്റ്റ് ഇതാ കറിവേപ്പില ഒന്ന് ഞെരടിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ആക്കുക. അപ്പോൾ തേങ്ങ വറക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലതുപോലെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ ഇതാ നമ്മൾ തേങ്ങ വറക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കായ്മുളകും അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വറുത്ത ശേഷം നമ്മളെ കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് ഇത്തിരിയും കൂടി വെളിച്ചെണ്ണ തൂവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ടേസ്റ്റി കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിലാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം. നിങ്ങൾ വീഡിയോയിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.